നമസ്കാരം. 2017 ജൂലൈ 2 വൈകുന്നേരം ഏകദേശം ഒരു 7 മണിയാണ്. ഹരിദ്വാറിൽ നിന്ന് മോട്ടോർ ബൈക്കിൽ വീട്ടിലേക്ക് വരികയാണ് രവി എന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. രവി ശരിക്കും സന്തോഷത്തിലാണ്. അവന്റെ ഓഫീസിൽ നിന്ന് അവനൊരു ബോണസ് ലഭിച്ചിരിക്കുകയാണ്. 2016 ഏറ്റവും നന്നായി പെർഫോം ചെയ്ത എംപ്ലോയിക്കുള്ള അവാർഡാണ് രവിക്ക് കിട്ടിയിരിക്കുന്നത്. 1.5 ലക്ഷം രൂപയാണ് ആ അവാർഡ് തുക. അവന്റെ ഭാര്യ സുനൈന കുറെ നാളുകളായി അവനോട് ഒരു ഡൈനിങ് ടേബിൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ സുനൈനയുടെ ആവശ്യപ്രകാരം ആ ഡൈനിങ് ടേബിൾ വാങ്ങിച്ചു കൊടുക്കാം. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടാണ് രവി ബൈക്ക് ഓടിക്കുന്നത്. രവി അവന്റെ വീടിന് ഏകദേശം ഒരു 200 അടി അടുത്തെത്തിയപ്പോൾ അവിടെയുള്ള ATM മുന്നിൽ രവി ബൈക്ക് നിർത്തി. രവി ATM കയറി. രവി അന്ന് അവന്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തത് 9,000 രൂപയാണ്. 9,000 രൂപ രവി പിൻവലിക്കുമ്പോൾ രവി അവന്റെ അക്കൗണ്ട് ബാലൻസ് കണ്ടു. 1,90,000 രൂപ അവന്റെ അക്കൗണ്ടിലുണ്ട്. അവന്റെ കമ്പനി അവൻ അലോട്ട് ചെയ്ത ആ 1.5 ലക്ഷം രൂപയുടെ ബോണസും കൂടി ചേർത്തിട്ടാണ് 1,90,000 ആയിരിക്കുന്നത്. ശരിക്കും ആ ബാലൻസിലേക്ക് വളരെ സന്തോഷപൂർവ്വം ഏതാനും നിമിഷം രവി അങ്ങനെ നോക്കി നിന്നു പോവുകയാണ്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് രവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ അത്തരം ഒരു സംഖ്യ കാണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടിയാണ് രവി വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തന്നെ രവി അവന്റെ മൊബൈലിൽ ആ ബാങ്ക് ബാലൻസ് ഭാര്യ സുനൈനെ കാണിക്കുകയും ചെയ്തു. അവർക്കും ഭയങ്കര സന്തോഷം. അവളോട് പിറ്റേ ദിവസം തന്നെ ഡൈനിങ് ടേബിൾ വാങ്ങാമെന്നുള്ള കാര്യം രവി പറഞ്ഞപ്പോൾ അവിടെ സന്തോഷം ഒന്നുകൂടി ഇരട്ടിക്കുകയാണ്. സുനൈനയോട് സംസാരിച്ചതിന് ശേഷം രവി അവന്റെ ആ ATM കാർഡ് സാധാരണ അവൻ വെക്കുന്ന പൗച്ചിനകത്തേക്ക് വെച്ചതിന് ശേഷം ആ പൗച്ച് അലമാരയ്ക്കകത്ത് വെച്ച് പൂട്ടുകയും ചെയ്തു. രവി അവന്റെ ATM കാർഡ് ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. രവി അവന്റെ ATM കാർഡ് ഒരിക്കൽ പോലും പെട്രോൾ ഒഴിക്കാനോ അല്ലെങ്കിൽ കടകളിലോ ഉപയോഗിക്കാറില്ല. അത്തരം സ്ഥലങ്ങളിൽ ATM കാർഡ് ഉപയോഗിച്ച് കബളിപ്പിക്കപ്പെട്ട ആളുകളെ കുറിച്ചുള്ള കഥകൾ രവി വായിച്ചിട്ടുള്ളത് കൊണ്ടാണ് രവി അവന്റെ ATM കാർഡ് അവിടെയൊന്നും കൊടുക്കാത്തത്. മൊബൈല് സൈലന്റ് മോഡിലാക്കി രവി ഉറങ്ങാനായി കിടന്നു. പിറ്റേ ദിവസം അവന് സുനൈനയ്ക്ക് വേണ്ടി ആ ഡൈനിങ് ടേബിൾ വാങ്ങണം. അതോടൊപ്പം മറ്റു ചില സാധനങ്ങളൂടെയൊക്കെ വാങ്ങാനുള്ള ഒരു പ്ലാനും രവിക്കുണ്ട്. രവി എല്ലാ ദിവസവും രാവിലെ പ്രഭാത കർമ്മങ്ങൾക്ക് വേണ്ടി ബാത്റൂമിലേക്ക് പോകുമ്പോൾ മൊബൈൽ കൂടി കയ്യിലെടുക്കും. കമ്പനിയിൽ നിന്നുള്ള മെസ്സേജുകളും സുഹൃത്തുക്കളുടെ മെസ്സേജുകളും സോഷ്യൽ മീഡിയയൊക്കെ അവൻ നോക്കുന്നത് ആ സമയത്താണ്. അന്ന് ആ മെസ്സേജ് ബാത്റൂമിൽ വെച്ച് നോക്കുന്ന രവി ഒരുപാട് മെസ്സേജുകൾ ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ആദ്യം കാണുന്നത്. അവൻ അമ്പരപ്പോടെ ആ മെസ്സേജുകളിലേക്ക് നോക്കി. അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 9,000 രൂപ വീതം അനവധി തവണ പിൻവലിച്ചിരിക്കുകയാണ്. ശരിക്കും രവി ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. അവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ അക്കൗണ്ടിൽ നിന്ന് തുടർച്ചയായി പണം പിൻവലിച്ചിരിക്കുകയാണ്. അവൻ ഒരു പരുവത്തിൽ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അവൻ സുനൈനെ വിളിച്ചതും സുനൈന ഓടി വന്നു. ഭർത്താവായ രവിയുടെ അവസ്ഥ കണ്ടപ്പോൾ സുനൈനയ്ക്ക് ഒന്നും കൊണ്ടും മനസ്സിലാകുന്നില്ല. ചേട്ടാ, എന്താ പറ്റിയേ? നീ കുറച്ച് വെള്ളം എടുക്ക്. അങ്ങനെ രവി പറഞ്ഞതും സുനൈന കുറച്ച് വെള്ളം അവൻ കുടിക്കാനായി കൊടുത്തു. വെള്ളം കുടിച്ച് അവൻ കസേരയിലിരുന്ന് അല്പസമയം കഴിഞ്ഞപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഒരു സ്വബോധം ഉണ്ടാവുന്നത് തന്നെ. അവൻ സുനൈനെ ആ മൊബൈൽ മെസ്സേജിൽ കാണിച്ചു. അവന്റെ അക്കൗണ്ടിൽ നിന്ന് 21 തവണയായി 1,89,000 രൂപ പിൻവലിച്ചിരിക്കുകയാണ്. 1,90,000 രൂപ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്ന രവിക്ക് ഇപ്പൊ ബാലൻസ് ഉള്ളത് വെറും 1000 രൂപ മാത്രമാണ്. പെട്ടെന്ന് സംശയം തോന്നിയ രവി അകത്തെ മുറിയിലേക്ക് ഓടി. അവിടെ ആ മുറിയിൽ അലമാരയിലാണ് അവൻ അവന്റെ ATM കാർഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവൻ ആ ഇരുമ്പ് അലമാര തുറന്ന് അവന്റെ ആ ഡ്രോയ്ക്കുള്ളിൽ നിന്ന് ആ പൗച്ച് പുറത്തെടുത്തു. ആ പൗച്ചിനകത്ത് അവന്റെ ATM കാർഡ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ATM കാർഡ് അവിടെ തന്നെ ഇരിക്കുമ്പോൾ അവന്റെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ പണം പിൻവലിച്ചു? രവിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല. സുനൈന ഉടൻ തന്നെ രവിയോട് പറഞ്ഞു, ചേട്ടാ ഇപ്പൊ തന്നെ ബാങ്കിലേക്ക് പോകണം. അപ്പോൾ തന്നെ ബാങ്കിലേക്ക് പോകാന്ന് പറയുമ്പോൾ ബാങ്ക് തുറന്നിട്ട് പോലുമില്ല. എന്തായാലും രവി ഉടൻ തന്നെ റെഡിയായി ബാങ്കിലെത്തി. അവൻ ബാങ്കിന്റെ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഏകദേശം ഒരു 8:30 മണിയോടുകൂടി ബാങ്കിൽ ജീവനക്കാരെത്തി തുടങ്ങി. 9:30 മണിയായപ്പോഴാണ് മാനേജർ വരുന്നത്. മാനേജർക്കൊപ്പം നടന്നു തുടങ്ങിയ രവി മാനേജർ ബാങ്കിലേക്ക് കടക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാണ്. മാനേജർ രവിയെ അയാളുടെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ക്യാബിനിലെത്തിയ രവി മാനേജറോട് അവന്റെ മൊബൈലിലെ മെസ്സേജുകൾ കാണിച്ചു. അത് കണ്ടതും മാനേജർ അവരുടെ ബാങ്കിങ് സോഫ്റ്റ്വെയർ ഓണാക്കി രവിയുടെ അക്കൗണ്ട് പരിശോധിച്ചു. അതെ, രവിയുടെ അക്കൗണ്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി 21 തവണയായി 1,89,000 രൂപ പിൻവലിച്ചിരിക്കുകയാണ്. മാനേജർ ഉടൻ തന്നെ ആ പണം പിൻവലിച്ചിരിക്കുന്നത്
എവിടെ നിന്നൊക്കെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തു. ഒരു സിംഗിൾ ATMിൽ നിന്ന് ഒരു കാരണവശാലും അത്രയും പണം പിൻവലിക്കാൻ പറ്റില്ല. അതറിയാവുന്ന മാനേജർ പെട്ടെന്നാണ് ആ കാര്യം കണ്ടുപിടിച്ചത്. തലേദിവസം രാത്രി വിവിധ ബാങ്കുകളിലെ ATMിലൂടെ ആ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണം പിൻവലിച്ചിരിക്കുകയാണ്. പിൻവലിച്ചിരിക്കുന്ന സമയം ശ്രദ്ധിച്ച മാനേജർക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. ഒരേ സമയം വിവിധ ATMകളിൽ നിന്ന് പണം പിൻവലിച്ചിരിക്കുകയാണ്. ഒരേ സമയം വിവിധ ATMകളിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ അവിടെ ഒരു സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചേ പറ്റൂ. രവിയുടെ കൈവശമുള്ള കാർഡിന്റെ അനവധി കോപ്പികൾ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു അടിപൊളി ക്രൈം വളരെ വിദഗ്ധമായി ആരോ നടത്തിയിരിക്കുകയാണ്. ആ കാര്യം ബോധ്യമായ മാനേജർ രവിയോട് ഉടൻ തന്നെ പോലീസിൽ പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഡെഹ്റാഡൂണിലെ നെഹ്റു കോളനിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെയാണ് രവി എത്തുന്നത്. അവിടെ ഇൻസ്പെക്ടർ രാജേഷ് രവി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടു. ശരിക്കും ഒരു അടിപൊളി മീശയൊക്കെ ഉള്ള ഏകദേശം ഒരു 40 വയസ്സ് പ്രായമുള്ള രാജേഷ് എന്ന ഇൻസ്പെക്ടർ വളരെ ശ്രദ്ധാപൂർവം രവിയുടെ ആ പരാതി എഴുതിയെടുത്തു. കേട്ടുകേൾവിയില്ലാത്ത ശൈലിയിലുള്ള ഒരു ക്രൈമാണ് അരങ്ങേറിയിരിക്കുന്നത്. 21 തവണ കഴിഞ്ഞ രാത്രിയിൽ രവി അറിയാതെ രവിയുടെ ATM കാർഡ് ഉപയോഗിച്ചിരിക്കുകയാണ്. ഓരോ തവണയും പിൻവലിച്ചത് 9,000 രൂപ വീതമാണ്. ആ പിൻവലിക്കൽ പ്രക്രിയയിൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. IPC 377, 411, 420 ഒക്കെ ചേർത്ത് വളരെ വിശദമായ ഒരു കേസ് തന്നെയാണ് ഇൻസ്പെക്ടർ രാജേഷ് രജിസ്റ്റർ ചെയ്തത്. അതിനോടൊപ്പം IT ആക്ട് അനുസരിച്ചുള്ള വകുപ്പുകളും ചേർത്തു. കേസ് രജിസ്റ്റർ ചെയ്ത രാജേഷ് രവിയുടെ സാന്നിധ്യത്തിൽ തന്നെ ആ നെഹ്റു കോളനിയിലെ ബാങ്കിന്റെ മാനേജറെ വിളിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രവിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചിരിക്കുന്ന ATMകൾ ഉള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷനും അവയുടെ പ്രത്യേക ID നമ്പറും ഒക്കെ രാജേഷ് മാനേജർ എന്ന് ചോദിച്ചു മനസ്സിലാക്കി. അതെല്ലാം ബൈ മെയിലായി രാജേഷിന് അയക്കാൻ മാനേജർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് രാജേഷ് രവിയോട് പറഞ്ഞു, മിസ്റ്റർ രവി, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ. ഈ കേസ് എന്തായാലും ഞങ്ങൾ സീരിയസ് ആയി എടുക്കാൻ പോവുകയാണ്. രവിയെ യാത്രയാക്കി രാജേഷ് ആ കേസ് ഒന്ന് സീരിയസ് ആയി പഠിച്ചു തുടങ്ങിയ അതേ സമയത്ത് ലേശം പ്രായമുള്ള ഒരാള് ആ സ്റ്റേഷനിലേക്ക് വന്നു. അയാൾക്ക് ഒരു പരാതിയുണ്ട്. അയാളുടെ പരാതി കേട്ട രാജേഷ് ശരിക്കും അമ്പരപ്പോടെ രവിയുടെ പരാതിയിലേക്ക് നോക്കി പോവുകയാണ്. രവി നൽകിയിരിക്കുന്ന പരാതിയും ആ സ്റ്റേഷനിലേക്ക് ആ സമയത്ത് വന്ന ആ മധ്യവയസ്കൻ നൽകുന്ന പരാതിയും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഒരേ ശൈലിയിലുള്ള ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആ പരാതി ആ മധ്യവയസ്കന്റെ കയ്യിൽ നിന്ന് രാജേഷിന്റെ ഉത്തരവ് പ്രകാരം റൈറ്റർ എഴുതിയെടുക്കുമ്പോഴേക്കും വേറെ ഒരാള് പരാതിയുമായി അവിടെ എത്തി. അധിക സമയം കഴിയുമ്പോൾ പരാതികളുമായി പിന്നെ ആളുകൾ എത്തി തുടങ്ങി. 2 ദിവസം കൊണ്ട് ആ നെഹ്റു കോളനിയിലെ സ്റ്റേഷനിൽ ലഭിച്ചത് സമാന സ്വഭാവത്തിലുള്ള 100 പരാതികളാണ്. ആ 100 പേരുടെയും അക്കൗണ്ടുകളിൽ നിന്ന് ഏതൊക്കെയോ ATM വഴി ആരൊക്കെയോ പണം പിൻവലിച്ചിരിക്കുകയാണ്. ആ 100 കേസുകളിൽ ഏകദേശം 80 എണ്ണവും നെഹ്റു കോളനിയിലെ ആ സ്റ്റേഷന്റെ പരിധിക്കുള്ളിൽ പെട്ടതാണ്. ബാക്കിയുള്ളവ അടുത്തുള്ള 2 സ്റ്റേഷന്റെ പരിധിക്കുള്ളിലാണ്. തന്റെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്രൈമുകൾ ശരിക്കും കണക്റ്റഡ് ആണെന്നും ഒരു വല്ലാത്ത ക്രൈം സിൻഡിക്കേറ്റ് അതിന് പിന്നിലുണ്ടെന്നും ഏകദേശം ബോധ്യമായ ഇൻസ്പെക്ടർ രാജേഷ് ഉടൻ തന്നെ വിവരം മേലധികാരിയായ DIG അറിയിച്ചു. ഇൻസ്പെക്ടർ രാജേഷിന്റെ റിപ്പോർട്ട് ലഭിച്ച DIG ആ നിമിഷം തന്നെ അതൊരു ലാ ആൻഡ് ഓർഡർ പ്രശ്നമായി വ്യാഖ്യാനിക്കുകയായിരുന്നു. ശരിക്കും അതൊരു ക്രമസമാധാന പ്രശ്നമാണ്. ഡെഹ്റാഡൂണിലെ 100ഓളം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം വിവിധ ATMകൾ വഴി പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പ്രശ്നത്തിന്റെ തീവ്രത ബോധ്യമായ DIG ആ നിമിഷം തന്നെ പോലീസ് ആസ്ഥാനത്ത് വിവരം അറിയിച്ചു. DIG അറിയിച്ച വിവരം അതിൻ്റെതായ സീരിയസ്നെസ്സിൽ ഏറ്റെടുത്ത ഡയറക്ടർ ജനറൽ ഓഫ് ക്രൈം ഓപ്പറേഷൻസ് ഉടൻ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ടു തുടങ്ങുകയാണ്. ശരിക്കും ഉത്തരാഖണ്ഡിലെ ആ പോലീസ് സംവിധാനം മറ്റ് സ്റ്റേറ്റുകളിലെ പോലീസ് സംവിധാനത്തെ വല്ലാതെ അതിശയപ്പെടുന്ന ശൈലിയിലുള്ള ഒരു വേഗതയാണ് ഇവിടെ കാണിച്ചത്. ക്രൈം ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഉടൻ തന്നെ വിവിധ ടീമുകളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരുന്നു. ഡെഹ്റാഡൂണിന് അടുത്തുള്ള മറ്റ് ജില്ലകളിൽ നിന്നും സ്റ്റേഷൻ ചുമതലയുള്ള ഇൻസ്പെക്ടേഴ്സിനെ ആ കേസിലേക്ക് വിളിച്ചു വരുത്തി. ഓരോ ഇൻസ്പെക്ടർക്കും DG കൊടുത്തത് 10 പേരുടെ അന്വേഷണ ചുമതലയാണ്. 100 കേസുകൾ അന്വേഷിക്കാനായി 10 ഇൻസ്പെക്ടർമാരെ ചുമതലപ്പെടുത്തി. ഈ ATMകളുമായി ബന്ധപ്പെട്ട സൈബർ ആക്ടിവിറ്റീസ്, അതുപോലെ കോൾ റെക്കോർഡ് ഡേറ്റ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നോക്കാനായി
ഒരു സൈബർ വിങ്ങിനെ ചുമതലപ്പെടുത്തി. ശരിക്കും ഒരു യുദ്ധത്തിന് DG പോലീസിനോട് ആഹ്വാനം ചെയ്ത പോലെ കാര്യങ്ങൾ. ഓരോ ഇൻസ്പെക്ടർമാരും അവരോടൊപ്പമുള്ള ടീമുമായി ആ കക്ഷികളുടെ വീടുകളിലേക്കും അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന ബാങ്കുകളിലേക്കും ATMകളിലേക്കൊക്കെ ദ്രുതഗതിയിൽ നീങ്ങുകയാണ്. ഇൻസ്പെക്ടർ രാജേഷ് അയാൾക്ക് അനുവദിച്ച് കിട്ടിയ ആ 10 നമ്പറിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. ശരിക്കും ഒരു യുദ്ധ പ്രതീതിയിൽ ആ ഇൻസ്പെക്ടേഴ്സ് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയതോടുകൂടി രാജേഷിന്റെ ആ നെഹ്റു കോളനിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിവേഗമാണ് വിവരങ്ങൾ എത്തിയത്. 10 ഇൻസ്പെക്ടേഴ്സും കളക്ട് ചെയ്ത വിവരങ്ങളിലൂടെ കടന്നുപോയ രാജേഷ് അപ്പോഴാണ് ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ചത്. 100 ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് പണം പിൻവലിക്കപ്പെട്ടിരിക്കുന്നത്. ആ 100 പേരെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യം രാജേഷ് കണ്ടുപിടിക്കുകയായിരുന്നു. ആ 100 പേരും 2017 ജൂൺ 20 നെഹ്റു കോളനിയിലെ ഒരു ATMൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട്. രാജേഷിനെയും അയാൾക്കൊപ്പമുള്ള ടീമിനെയും അവർ കണ്ടെത്തിയ വിവരം ശരിക്കും അത്ഭുതപ്പെടുത്തി തന്നെ പറയാം. ആ 100 ആളുകളും ഒരേ ഒരു തവണ മാത്രമാണ് ഒരേ ATMൽ നിന്ന് ഒരേ ദിവസം പണം പിൻവലിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ATMന് ഈ സംഭവവുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാകും. ആ ഒരു തോന്നലുണ്ടായതും രാജേഷ് ടീമും നെഹ്റു കോളനിയിലെ ആ ATMലേക്ക് എത്തി. ആ കൗണ്ടറിലേക്ക് കടന്ന രാജേഷിന്റെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് ആ കൗണ്ടറിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറയിലേക്കാണ്. ആ ക്യാമറയിലേക്ക് നോക്കിയപ്പോൾ തന്നെ രാജേഷിന് കാര്യം മനസ്സിലായി. ആരോ ആ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ക്യാമറയുടെ കണ്ണുകൾ മൂടിക്കൊണ്ട് ഒരു കറുത്ത സ്റ്റിക്കർ അതിൽ ഒട്ടിച്ചിരിക്കുകയാണ്. ആ കൗണ്ടറിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാതിരിക്കാനായി ആരോ ഒരു ശ്രമം നടത്തിയതാണ്. രാജേഷും കൂടുതലുള്ള ആളുകളും ആ കൗണ്ടർ മുഴുവൻ ഒന്ന് നോക്കിയതിന് ശേഷം ATM പരിശോധിച്ചു തുടങ്ങി. ATMന്റെ കീപാഡാണ് ആദ്യം അവർ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ കാരണം കീപാഡിന്റെ ഒരറ്റം ഇളകിയിരിക്കും പോലെ തോന്നിയതാണ്. വളരെ ശ്രദ്ധാപൂർവം ആ കീപാഡിലെ ആ ഇളകിയിരിക്കുന്ന ഭാഗം ഒരു പിന്നുകൊണ്ട് ഒന്ന് ഇളക്കാൻ രാജേഷ് ശ്രമിച്ചപ്പോൾ അതങ്ങ് ഇളകി വരികയാണ്. ശരിക്കും 2 വശവും ഒട്ടുന്ന ഒരു ടേപ്പ് ആ കീപാഡിന് മുകളിൽ സൂക്ഷ്മമായി ഒട്ടിച്ചിരിക്കുകയാണ്. ആ കീപാഡിന് മുകളിൽ ഒരു ഡബിൾ സൈഡഡ് ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന കണ്ടതും രാജേഷ് ഫോറൻസിക് വിദഗ്ധരെ വിവരം അറിയിച്ചു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഫോറൻസിക് വിദഗ്ധർ അവിടെ എത്തി. ഫോറൻസിക് വിദഗ്ധർ ആ ATM മെഷീൻ അതിസൂക്ഷ്മമായി പരിശോധിച്ചു തുടങ്ങി. അവരുടെ പരിശോധനയിൽ അവർ ആദ്യം കണ്ടെത്തിയത് ആ ATM മെഷീന്റെ കാർഡ് ഇടുന്ന ആ ഭാഗത്തുണ്ടായ മാറ്റങ്ങളാണ്. സാധാരണഗതിയിൽ നമ്മൾ കാർഡ് എടുക്കുകയും ചെയ്യുമ്പോൾ ആ മെഷീനകത്ത് ഉണ്ടാകാറുള്ള അടയാളങ്ങൾക്ക് പകരം വേറെ കുറെ അടയാളം ആ സ്ലോട്ടിനകത്ത് ഉണ്ടായിരിക്കുകയാണ്. അതിനകത്തേക്ക് വേറെ എന്തോ മെറ്റീരിയൽ കയറ്റുകയും എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് അവിടെ ചില മാർക്കുകൾ വീണിരിക്കുന്നത്. അതിനു പുറമെ ഫോറൻസിക്കാർ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തി. കീപാഡുമായി കണക്ട് ചെയ്ത് ഒരു ക്യാമറ അവിടെ നേരത്തെ സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ ആ ക്യാമറ കാണാനില്ല. പക്ഷെ ക്യാമറ സ്ഥാപിച്ചിരുന്നതിന്റെ ഒരു സൂചന അവർക്ക് കിട്ടി. ATMന്റെ കീപാഡിൽ നിന്നും കാർഡ് ഇടുന്ന ആ ഭാഗത്തു നിന്നുമായി വിരലടയാളങ്ങൾ ഫോറൻസിക്കാർ ശേഖരിച്ചു. അതിനു പുറമെ ക്യാമറയിൽ ഒട്ടിച്ചിരിക്കുന്ന ആ കറുത്ത പേപ്പറുമായി കണക്ട് ചെയ്തും വിരലിന്റെ അടയാളങ്ങൾ അവർക്ക് കിട്ടി. ഫോറൻസിക്കാരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് മനസ്സിലായത് ശരിക്കും ആസൂത്രിതമായ ഒരു ക്രൈം ആ ATMുമായി കണക്ട് ചെയ്ത് നടന്നിരിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് ആ ക്രൈം നടന്നതെന്നാണ് ഇനി അനലൈസ് ചെയ്ത് അവർ കണ്ടുപിടിക്കേണ്ടത്. കീപാഡിന് മുകളിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചിരുന്നു എന്നുള്ള ഫോറൻസിക് വിദഗ്ധരുടെ കണ്ടെത്തൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. കീപാഡിൽ ടൈപ്പ് ചെയ്യുന്ന നമ്പർ നോട്ട് ചെയ്യാനായിരിക്കണം ആ ക്യാമറ കണക്ട് ചെയ്തത്. അതുപോലെ ആ ATM മെഷീനകത്ത് കാർഡ് ഇടുന്ന സ്ലോട്ടിൽ അടയാളങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെയും എന്തോ സാധനം വെച്ചിട്ടുണ്ടായിരിക്കണം. ആ സാധനം വഴി അല്ലെങ്കിൽ ആ മെറ്റീരിയൽ വഴി അകത്തിട്ട കാർഡിനെ കുറിച്ചുള്ള ഡേറ്റ ആ മെറ്റീരിയൽ വെച്ച ആള് കളക്ട് ചെയ്ത് കാണും. കാർഡും റീഡ് ചെയ്യപ്പെട്ടു, കാർഡിന്റെ പിൻ നമ്പറും റീഡ് ചെയ്യപ്പെട്ടു. അത് രണ്ടും ഉപയോഗിച്ച് പുതിയ കാർഡ് ഉണ്ടാക്കി മറ്റ് ATMകളിൽ നിന്ന് പണം പിൻവലിച്ചിരിക്കുകയാണ്. പോലീസിന് ഇപ്പോൾ ഏകദേശം കഥ മനസ്സിലായി. ജൂൺ 20 ആ ATMൽ നിന്ന് പണം പിൻവലിച്ച ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് പണം പിൻവലിക്കപ്പെട്ടിരിക്കുന്നത്. ജൂൺ 20 മുമ്പ് ആ ATMൽ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ആ CCTV ക്യാമറ പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചു.
ആ CCTV ക്യാമറ ഓഫ് ആകുന്നതിന് തൊട്ടു മുന്നുള്ള വിഷ്വലുകൾ അതിനകത്തുണ്ട്. ആ CCTVയിലുള്ള അവസാന വിഷ്വലുകൾ മാസ്ക് ധരിച്ച ഒരു മനുഷ്യൻ്റെതാണ്. അയാള് ഒരു ടീഷർട്ടും ധരിച്ചിട്ടുണ്ട്. ആ ടീഷർട്ടിൽ ഒരു കുരങ്ങന്റെ ചിത്രവുമുണ്ട്. കുരങ്ങന്റെ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ച മാസ്ക് ധരിച്ച മനുഷ്യൻ ആ ATM കൗണ്ടറിൽ കയറിയതിനു ശേഷം ആദ്യം എത്തിയത് ആ ക്യാമറയുള്ള ഭാഗത്താണ്. അയാൾ ആ ക്യാമറയുടെ അടുത്തെത്തിയ ആ നിമിഷത്തിനെ ക്യാമറ ഏതാണ്ട് ബ്ലാക്ക് ഔട്ടായി. അതിന്റെ പുറത്ത് ഒരു കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചതാണെന്ന് അർത്ഥം. അകത്തേക്ക് കയറിയ മനുഷ്യന്റെ മുഖം വ്യക്തമല്ല. ശരിക്കും അയാളുടെ മുഖം പൂർണ്ണമായും മാസ്ക് കൊണ്ട് മറച്ചിരിക്കുകയാണ്. സംശയം തോന്നിയ ഇൻസ്പെക്ടർ രാജേഷും ടീമും അടുത്തുള്ള ATM കൗണ്ടറുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി. അവിടെയുള്ള CCTVയിൽ നിന്നും അവർക്ക് അതേ വിഷ്വൽ കിട്ടി. ആ കൗണ്ടറിനകത്തേക്ക് കടന്ന കുരങ്ങന്റെ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ച ആ മനുഷ്യൻ കീപാഡുകളിൽ എന്തോ ഒട്ടിക്കാൻ ശ്രമിക്കുന്ന വിഷ്വൽ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവർക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ 3 ATMിലും മാസ്ക് ധരിച്ച കുരങ്ങന്റെ ചിത്രമുള്ള ടീഷർട്ട് ധരിച്ച വ്യക്തിയെ കണ്ടതും പോലീസിന് ഒരു സംശയം. അയാൾ ഇനി ഈ നാട്ടുകാരനല്ലേ? ആ സംശയം പോലീസിന് തോന്നിയതും പോലീസ് ആ ദിവസങ്ങളിൽ അവിടെ ആക്റ്റീവായിരുന്ന സകല ടെലിഫോൺ നമ്പറുകളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഒരുപാട് ടൂറിസ്റ്റുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഹരിദ്വാറുമായി കണക്ട് ആയിട്ടുള്ള ഡെറാഡൂൺ പട്ടണം ഇഷ്ടംപോലെ മൊബൈൽ ഫോണുകൾ ഉള്ള സ്ഥലമാണ്. ഒരുപാട് കോളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത്രയേറെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കേണ്ടി വരുമെന്നാണ്. എന്തായാലും ജൂൺ 20 എന്നുള്ള ആ പർട്ടിക്കുലർ ഡേറ്റ് വിശദമായ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കിയപ്പോൾ ആ രാത്രിയിൽ അവിടെ നിന്ന് രാജസ്ഥാനിലെ ജയ്പൂരിലേക്കും ദില്ലിയിലേക്കും കോളുകൾ പോയിട്ടുള്ളതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സമയത്താണ് ശരിക്കും നിർണായകമായ ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നത്. ജൂലൈ 2-ന് പണം പിൻവലിക്കപ്പെട്ടിരിക്കുന്ന ഒരു ATM ജിജാർ എന്ന സ്ഥലത്താണ്, മറ്റൊരെണ്ണം ജയ്പൂരിലാണ്. ആ വിവരം അറിഞ്ഞ പോലീസ് ആ 2 ATMിലെയും CCTV വിഷ്വലുകൾ കളക്ട് ചെയ്തു. പണം പിൻവലിക്കപ്പെട്ട സമയവും CCTV വിഷ്വലും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ പോലീസിന് ആ 2 ATMിൽ നിന്നും പണം പിൻവലിക്കുന്നത് 2 ചെറുപ്പക്കാരാണെന്ന് മനസ്സിലായി. ആ ചെറുപ്പക്കാർക്കൊപ്പം ഒരു പ്രാവശ്യം ഒരു യുവതിയും കൂടി ATMിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ATMിൽ നിന്ന് ഇറങ്ങിയ ആ 2 ചെറുപ്പക്കാരും ആ പെൺകുട്ടിയും ഫോർ രജിസ്ട്രേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബൊലോറോ ജീപ്പിൽ കയറുന്ന വിഷ്വലും ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ രജിസ്ട്രേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ആ ബൊലോറയിൽ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. ആ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പറിനെ ഫോളോ അപ്പ് ചെയ്ത പോലീസ് എത്തിച്ചേർന്നത് മഹീന്ദ്രയുടെ ഒരു ഷോറൂമിലാണ്. ആ ഷോറൂമിൽ പോലീസ് നടത്തിയ അന്വേഷണം എത്തിച്ചേർന്നത് ആ ജീപ്പിന്റെ ഉടമയിലാണ്. 10 ലക്ഷം രൂപ അടച്ചാണ് ആ ജീപ്പ് മുന്ന എന്നു പേരുള്ള ഒരാൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ബാക്കി തുകയ്ക്ക് ബാങ്ക് ലോണാണ്. ബാങ്ക് ലോണിന് വേണ്ടി മുന്ന കുറച്ച് ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസിന് വേണ്ടിയും അയാൾ ഡോക്യുമെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെന്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയ പോലീസ് മുന്നയുടെ ബാങ്ക് അക്കൗണ്ട് കണ്ടുപിടിച്ചു. മുന്നയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സ്വീറ്റി എന്നു പേരുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്വീറ്റിയുടെ അക്കൗണ്ട് പരിശോധിച്ച പോലീസിന് സ്വീറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് സുനിത എന്നു പേരുള്ള ഒരാളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. സുനിതയുടെ അഡ്രസ്സ് വളരെ വേഗം പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റി. പോലീസ് സുനിതയുടെ അടുത്തെത്തി. റോഹ്തക് എന്ന സ്ഥലത്ത് താമസിക്കുന്ന സുനിത പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങിയതും അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അവൾ 35 ലക്ഷം രൂപയ്ക്ക് അവളുടെ വസ്തു വിറ്റിരുന്നു. അവളുടെ വസ്തു വാങ്ങിച്ച ആളുടെ പേരാണ് മുന്ന. മുന്നയും സുഹൃത്തുക്കളും ചേർന്നാണ് 35 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് അവളുടെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങിച്ചിരിക്കുന്നത്. 50 ലക്ഷം രൂപയ്ക്കാണ് അവൾ ആ വസ്തു വിറ്റത്. ഇനി 15 ലക്ഷം രൂപ അവർ കൊടുക്കാനുണ്ട്. പോലീസ് അധികം മെനക്കെടാതെ തന്നെ സ്വീറ്റിയുടെ താമസ സ്ഥലം കണ്ടുപിടിച്ചു. സ്വീറ്റിയെ ചോദ്യം ചെയ്തു തുടങ്ങിയ പോലീസ് സ്വീറ്റിയുടെ മുറി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ മുറിയിൽ നിന്ന്
പോലീസിന് നിർണായകമായ ആ തെളിവ് ലഭിച്ചു. കുരങ്ങന്റെ പടമുള്ള ആ ടീഷർട്ട് അവിടെയുണ്ട്, അതുപോലെ ആ മാസ്കും അവിടെയുണ്ട്. അതിനു പുറമെ സ്വീറ്റിയുടെയും ടിറ്റു എന്ന പേരുള്ള ഒരാളുടെയും ടിറ്റുവിന്റെ കൂട്ടുകാരൻ മുന്നയുടെയും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി. സ്വീറ്റിയെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അവൾ കാര്യം പറഞ്ഞു തുടങ്ങി. അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനാണ് മുന്ന. മുന്നയുടെ സുഹൃത്താണ് ടിറ്റു. മുന്നയും ടിറ്റുവും സ്വീറ്റിയും അവരുടെ ഒരു പൊതു സുഹൃത്ത് ഡെറാഡൂണിലുള്ള നരേന്ദ്രയും ചേർത്തിട്ടാണ് ആ ക്രൈം നടത്തിയിരിക്കുന്നത്. സ്വീറ്റിൽ നിന്ന് മുന്നയുടെ താമസ സ്ഥലം മനസ്സിലാക്കിയ പോലീസ് തുടർന്ന് മുന്നയുടെ വീട്ടിലെത്തി. പക്ഷെ മുന്നയുടെ വീട്ടുകാർക്ക് അവൻ എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ അധികം നാള് മുന്നയ്ക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയില്ല. മുന്നയും മുന്നയുടെ കൂട്ടുകാരൻ ടിറ്റുവുമുള്ള സ്ഥലം പോലീസ് തുടർന്ന് അതിവേഗം കണ്ടെത്തുകയായിരുന്നു. അവർ രണ്ടുപേരെയും പോലീസ് പോക്കി. മുന്നയും ടിറ്റുവിനെയും സ്വീറ്റിയും അവരുടെ പൊതു സുഹൃത്തായ നരേന്ദ്രയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തതോടുകൂടി പോലീസിന് എന്താണ് സംഭവിച്ചതിനെ കുറിച്ചുള്ള ഒരു ചിത്രം ലഭിച്ചു തുടങ്ങി. മുന്ന ശരിക്കും അംബിഷ്യസ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഏതാണ്ട് വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുകയാണെങ്കിലും അവന് പണമുണ്ടാക്കാനുള്ള ആഗ്രഹം കലശലായി ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവൻ സുരതയെ പരിചയപ്പെടുന്നത്. അവന്റെ വീടിന്റെ എതിർഭാഗത്തുള്ള ഒരു വീട്ടിൽ സുരതയുടെ ബന്ധുവുണ്ട്. ആ ബന്ധുവിനെ കാണാനാണ് സുരത അവിടെ വരുന്നത്. സുരതയും മുന്നയും അതിവേഗം സുഹൃത്തുക്കളാവുകയായിരുന്നു. മുന്നയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് ഉണ്ട്. ആ ബുള്ളറ്റിൽ സുരതയെ കൊണ്ട് കറങ്ങുക മുന്നയുടെ ഒരു വിനോദമാണ്. അങ്ങനെ അവരെ കറങ്ങി എത്തുന്നത് ദില്ലിയിലുള്ള ഒരു ഷോപ്പിലാണ്. അത് മുന്നയുടെ സുഹൃത്തിന്റെ ഷോപ്പാണ്. ആ ഷോപ്പിലെത്തുന്ന മുന്നയും സുരതയും ആ ഷോപ്പിലെ ടിറ്റുവും പലപ്പോഴും മണിക്കൂറുകളോളം അങ്ങനെ സംസാരിച്ചിരിക്കും. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം മുന്ന ടിറ്റു ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചത്. ശരിക്കും ഒരു ചെറിയ ഉപകരണത്തിൽ ടിറ്റു വളരെ ശ്രദ്ധിച്ച് എന്തോ ചെയ്യുകയാണ്. അത് കണ്ട മുന്ന അവനോട് ആ ഉപകരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ മുന്നോട് പറഞ്ഞു, ഏയ് ഇത് സ്കിമ്മറാണ്. ആ ഈ ATM കാർഡൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ATM കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനോ? ഏയ് ടിറ്റു, നീ എന്തായി പറയുന്നത്? ഇടാ, നമ്മുടെ കയ്യിലുള്ള ATM കാർഡിന്റെ ക്ലോൺ കോപ്പി ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് മുന്ന കേൾക്കുന്നത്. മുന്ന പെട്ടെന്ന് ടിറ്റുനോട് ചോദിച്ചു, ഏയ് ടിറ്റു, നമുക്കിതുപോലെ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ ആരുടെ ATM കാർഡും ക്ലോൺ ചെയ്യാൻ പറ്റൂ? പിന്നെ ഉറപ്പായും പറ്റും. ശരിക്കും ഒരു ഇലക്ട്രോണിക് വിദഗ്ധനായ ടിറ്റു അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞതും മിന്നുവും ടിറ്റുവും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടുപേരും കൂടി പിറ്റേ ദിവസം ചാന്ദിനി ചൗക്കിലേക്ക് പോയി. അവിടെ ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്ന അനവധി കടകളുണ്ട്. അങ്ങനെയുള്ള ഒരു കടയിൽ നിന്ന് അവർ ആ ATM കാർഡ് സ്കിം ചെയ്യാനുള്ള ഒരു ഉപകരണം വാങ്ങിച്ചു. ATM കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതേപോലുള്ള കാർഡുകൾ വേറെ വേണം. അത് അതിവേഗം മുന്നേ സംഘടിപ്പിച്ചു. ഡ്യൂപ്ലിക്കേറ്റ് ATM കാർഡിന് പറ്റിയ കാർഡ് വാങ്ങാൻ കഴിയുന്ന സ്ഥലങ്ങൾ ദില്ലിയിലുണ്ട്. അതും ഒരു രഹസ്യ കച്ചവടമാണ്. കുറേയേറെ കാർഡുകൾ സംഘടിപ്പിച്ച മുന്ന ആ കാർഡുകൾ ടിറ്റുവിന് കൈമാറി. ഇനിയാണ് അവർക്ക് നിർണായകമായ അടുത്ത കാര്യം തീരുമാനിക്കേണ്ടത്. എവിടെ, ഏത് ATMിൽ നിന്ന് അവർക്ക് വിവരം ശേഖരിക്കണം. അങ്ങനെ ആലോചിച്ചപ്പോൾ മുന്ന പറഞ്ഞു, ടിറ്റു, നമ്മുടെ ഈ പരിസരത്തുള്ള ഒരു ATMും നമുക്ക് ഉപയോഗിക്കേണ്ട. നമ്മളിലേക്ക് സംശയം വരാത്ത ഒരു സ്ഥലമാണ് അതിന് പറ്റിയത്. അത് കേട്ടപ്പോഴാണ് ടിറ്റു മുന്നോട് പറഞ്ഞു, ഡാ, നമ്മളെ കൂടെ പഠിച്ച ആ നരേന്ദ്ര ഇപ്പൊ അങ്ങ് ഡെറാഡൂണിലല്ലേ താമസിക്കുന്നത്, അവന്റെ അടുത്തൊന്ന് പോയാലോ? അവരോടൊപ്പം സ്കൂളിൽ പഠിച്ച ഒരു നരേന്ദ്ര ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ഒരു മൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കാര്യം അവർക്ക് നേരത്തെ അറിയാം. അവര് രണ്ടുപേരും കൂടി നരേന്ദ്രയെ കാണാനായി അവിടെ എത്തി. സർക്കാർ മൈനിങ് നിർത്തി വെച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്ര പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് മുന്നയും ടിറ്റുവും കൂടി അവനെ കാണാൻ ചെല്ലുന്നത്. മുന്നയും ടിറ്റുവുമായി നല്ല അടുപ്പം പുലർത്തുന്ന നരേന്ദ്ര അവരുടെ പ്ലാൻ കേട്ടപ്പോൾ അതിനോട് സഹകരിക്കാൻ സമ്മതിച്ചു. നരേന്ദ്രയാണ് നെഹ്റു കോളനിയിലെ ആ ATM അവരുടെ ആവശ്യത്തിന് പറ്റിയതാണെന്ന് കണ്ടെത്തി അവരെ അറിയിക്കുന്നത്. നെഹ്റു കോളനിയിലെ ആ ATMന് ഒരു പ്രത്യേകതയുണ്ട്. ആ ATM ഉപയോഗിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ റിട്ടയർഡ് ആളുകളുമാണ്. സകല ആളുകളുടെ കയ്യിലും പണമുണ്ടാവും. ആ ATMന് ചുറ്റുവട്ടത്ത്
പണമുള്ള ഒരുപാട് ആളുകൾ താമസിക്കുകയാണെന്ന് അർത്ഥം. അവരെല്ലാവരും എല്ലാ മാസവും ATM ഉപയോഗിക്കുന്നവരാണ്. ആ കാര്യം നരേന്ദ്ര കൃത്യമായും നോട്ട് ചെയ്ത് അവരെ അറിയിച്ചതോടുകൂടി മുന്നയും ടിറ്റുവും അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവർക്ക് വേണ്ടത് ആ ATM കാർഡിൽ ഉപയോഗിക്കുന്ന ആ നമ്പറും പിൻ നമ്പറുമാണ്. അത് രണ്ടും കിട്ടിയാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നെ ഉള്ളത് ഒരു സ്ട്രിപ്പാണ്. ആ സ്ട്രിപ്പ് അവർക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴുള്ള കാർഡുകളിലാണെങ്കിൽ ഈ ശൈലിയിൽ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കാർഡുകളിൽ ഒരു ചിപ്പുണ്ട്. 2017 ഈ കഥ നടക്കുമ്പോൾ ഒരു കറുത്ത റിബൺ പോലെ കാർഡിന്റെ പുറകിൽ ഒട്ടിക്കുന്ന സംഭവമാണ് ഉള്ളത്. ടാർഗറ്റ് ചെയ്യേണ്ട ATM തീരുമാനിച്ചതോടുകൂടി ടിറ്റു ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് മുന്നേ ഏൽപ്പിച്ചു. രണ്ട് വശവും ഒട്ടുന്ന ശൈലിയിലുള്ള ഒരു പാഡും അതിനോട് അനുബന്ധിച്ച് ഒരു കുഞ്ഞു മൈക്രോ ക്യാമറയുമാണ് ടിറ്റു മുന്നേ ഏൽപ്പിച്ചത്. അതിൻ്റെ കൂടെ ഒരു സ്കിമ്മിംഗ് എക്യുപ്മെന്റ്. ആ എക്യുപ്മെന്റ് എങ്ങനെയാണ് ഒരു ATMനകത്ത് കടത്തി വെക്കേണ്ടതെന്ന് ടിറ്റു മുന്നേ പഠിപ്പിക്കുകയും ചെയ്തു. ടിറ്റുവിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളുമായി മുന്ന നേരെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെത്തി. അവിടെ അയാളും അയാൾക്കൊപ്പമുള്ള നരേന്ദ്രയും ആ ATM ഒന്ന് നിരീക്ഷിച്ചു തുടങ്ങി. അവർ ആ ATM നിരീക്ഷിക്കുമ്പോഴാണ് അവരൊരു കാര്യം കാണുന്നത്. ആ ATMന് രാത്രി കാവലുണ്ട്. കാവൽ നിൽക്കുന്നത് സതീഷ് എന്ന പേരുള്ള ഒരാളാണ്. ആ സതീഷ് ആ ATMന്റെ അടുത്ത് നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് ആ മെഷീനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് നരേന്ദ്ര ആലോചിക്കുമ്പോൾ മുന്ന നരേന്ദ്രയോട് പറഞ്ഞു, ഓക്കെ, അത് ഞാൻ കൈകാര്യം ചെയ്യാം. പിറ്റേ ദിവസം രാത്രി ഏകദേശം ഒരു 10 മണിയാണ്. ആ സമയത്ത് ആ ATMന്റെ അടുത്ത് ഒരു ബൈക്ക് വന്നു നിന്നു. ബൈക്ക് ATMന്റെ മുന്നിൽ നിർത്തിയ ചെറുപ്പക്കാരൻ സാവധാനം അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് പാക്കറ്റ് പുറത്തെടുത്തു. അതിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് അയാൾ ചുണ്ടിലേക്ക് വെച്ചു. ശരിക്കും അന്തരീക്ഷത്തിൽ ഒരു തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അയാളൊരു കോട്ടൊക്കെ ധരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒന്ന് ചൂടാകാൻ വേണ്ടി അയാൾ പുകവലിക്കാനായി സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചതാണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ അയാളുടെ പോക്കറ്റിനകത്ത് തപ്പിയപ്പോൾ ലൈറ്റർ ഇല്ല. അയാളുടെ പാൻസിന്റെ പോക്കറ്റിലും ദേഹത്തൊക്കെ തപ്പി നോക്കുകയാണ്. ലൈറ്റർ ഇല്ല. ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആ സെക്യൂരിറ്റിക്കാരൻ സതീഷിന്റെ അടുത്തേക്ക് ആ ചെറുപ്പക്കാരൻ നടന്നു വന്നു. ആ ചെറുപ്പക്കാരൻ സതീഷിനോട് ചോദിച്ചു, മിസ്റ്റർ സതീഷ്, ലൈറ്റർ ഉണ്ടോ? അയാളെ പേരെടുത്ത് വിളിച്ചാണ് ആ ചെറുപ്പക്കാരൻ സംബോധന ചെയ്തത്. സതീഷിന്റെ നെഞ്ചിൽ അയാളുടെ നെയിം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കിയാണ് ആ ചെറുപ്പക്കാരൻ അങ്ങനെ വിളിച്ചത്. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും സതീഷ് ലൈറ്റർ എടുത്ത് അയാൾക്ക് കൊടുത്തു. ലൈറ്റർ വാങ്ങിച്ച് മുന്ന സിഗരറ്റ് കൊളുത്തി വലിച്ചു തുടങ്ങി. അല്പനേരം സിഗരറ്റ് വലിച്ച മുന്ന പെട്ടെന്ന് എന്തോ ആലോചിച്ചതുപോലെ സതീഷിനോട് ചോദിച്ചു, ചേട്ടാ സിഗരറ്റ് വേണോ? ഏയ്, രാത്രി ഞാൻ അങ്ങനെ സാരമില്ലെന്നോ, ചേട്ടാ ഒന്ന് വലിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് മുന്ന ഒരു സിഗരറ്റ് സതീഷിനും കൊടുത്തു. സതീഷിനും ശരിക്കും സന്തോഷമായി. രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് ആരോടെങ്കിലും മിണ്ടിയും പറഞ്ഞ് നിൽക്കുക എന്നുള്ളത് ആരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സിഗരറ്റ് വലിക്കുന്നതിനിടയിൽ മുന്ന സതീഷിനോട് പല കാര്യങ്ങളും സംസാരിച്ചു തുടങ്ങി. സംസാരിക്കുന്നതിനിടയിൽ സതീഷിൽ നിന്ന് മുന്ന ഒരു കാര്യം മനസ്സിലാക്കി. സതീഷിന്റെ വീടിനോട് ചേർന്ന് ഒരു കടയുണ്ട്. പകൽ സമയത്തൊക്കെ അയാൾ ആ കടയിലായിരിക്കും. രാത്രിയാണ് അയാൾ സെക്യൂരിറ്റി പണിക്ക് വരുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലെ അയാൾക്ക് ജോലിയുമുള്ളൂ. അങ്ങനെ സതീഷ് പറഞ്ഞതും മുന്ന സതീഷിനോട് ചോദിച്ചു, ചേട്ടാ ഈ രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഇരിക്കുമോ? ഏയ്, ഞാൻ ചില ദിവസമൊക്കെ വീട്ടിലേക്ക് പോകും. പോയി ഒന്ന് ഉറങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരും. സംസാരിച്ച് പരിചയമായതിന്റെ അടിസ്ഥാനത്തിലാണ് സതീഷ് ആ കാര്യം മുന്നോട്ട് പറഞ്ഞത്. മുന്ന അത് കേട്ടപ്പോൾ ചിരിച്ചിട്ട് സതീഷിനോട് യാത്ര പറഞ്ഞ് ATMനകത്തേക്ക് കയറി ATMിൽ നിന്ന് ഒരു 500 രൂപ പിൻവലിച്ച് പുറത്തിറങ്ങുകയും ചെയ്തു. പണവുമായി പുറത്തിറങ്ങിയ മുന്ന സതീഷിനോട് യാത്ര പറഞ്ഞിട്ട് ബൈക്കിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. സതീഷിന്റെ ബൈക്ക് അല്പസമയം കഴിഞ്ഞപ്പോൾ നരേന്ദ്രയുടെ കാറിന്റെ അടുത്തെത്തി. നരേന്ദ്രയോട് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏത് ദിവസമാണ് സതീഷ് അവന്റെ വീട്ടിലേക്ക് രാത്രി പോകുന്നു എന്നുള്ള കാര്യം സതീഷ് അവരോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സതീഷ് ഏത് ദിവസമാണ് രാത്രി പോകുന്നതെന്ന് അറിയിക്കാനായി നരേന്ദ്രയെ ചുമതലപ്പെടുത്തിയിട്ട് മുന്ന അവന്റെ മുറിയിലേക്ക് മടങ്ങി. അവിടെ ഒരു ചെറിയ ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങുകയാണ് മുന്നയ്ക്കൊപ്പം ടിറ്റു ഉണ്ട്. പിറ്റേ ദിവസം ഞായറാണ്. സതീഷിനെ രഹസ്യമായി നിരീക്ഷിക്കുന്ന നരേന്ദ്ര രാത്രി 1 മണിയായപ്പോൾ മുന്നെ ഫോണിൽ വിളിച്ചു. ഏയ് മുന്ന, സതീഷ് ഇപ്പൊ പോയതേ ഉള്ളൂ. നരേന്ദ്രയിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതും മുന്ന ആ കുരങ്ങന്റെ ചിത്രമുള്ള ടീഷർട്ടും എടുത്ത് ധരിച്ചു.
മുഖത്ത് ഒരു മാസ്കും ധരിച്ച് അതിവേഗം ആ ATM അടുത്തെത്തി. അവൻ ATM കൗണ്ടറിലേക്ക് കയറിയതും ആദ്യം ചെയ്തത് ആ ക്യാമറ ഓഫാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ടിറ്റു അവനെ പഠിപ്പിച്ചിരിക്കുന്ന അതേ ശൈലിയിൽ അവൻ ആ സ്കിമ്മർ മെഷീൻ ആ കാർഡ് ഇടുന്ന സ്ലോട്ടിനകത്തേക്ക് ഉറപ്പിച്ചു. അതോടൊപ്പം ആ കീപാഡിന് മുകളിൽ ഡബിൾ സൈഡുള്ള ആ ടേപ്പും ഒട്ടിച്ചു. ആ ടേപ്പിനോടനുബന്ധിച്ച് ഒരു ചെറിയ മൈക്രോ ക്യാമറ ടിറ്റു ഘടിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് കണ്ടതും മുന്ന പുറത്തിറങ്ങി. മുന്നയും ടിറ്റുവും കൂടി തുടർന്ന് നടന്നെത്തിയത് അടുത്ത ATMിലേക്കാണ്. ഒന്നിലധികം ATMകളിൽ വെക്കാനുള്ള സ്കിമ്മർ അവരുടെ കൈവശം ഇല്ലെങ്കിലും എല്ലായിടത്തും ആ പാഡ് വർക്കാവോ എന്ന് നോക്കാനുള്ള ഒരു കൗതുകം അവർക്ക് ഉണ്ടായതുകൊണ്ടാണ് അവർ രണ്ടുപേരും കൂടി അടുത്ത ATMകളുടെ അടുത്തെത്തിയത്. ടിറ്റു പുറത്തു നിൽക്കുമ്പോൾ അകത്ത് കയറിയ മുന്ന ആ പാഡുകൾ ഒന്ന് ഉറപ്പിച്ചു നോക്കി. അത് വർക്കാവുന്നു. ശരിക്കും അവന്മാർക്കൊരു സംശയം ഉള്ളത് കൊണ്ട് അവർ രണ്ടാമതൊന്ന് ചെയ്തു നോക്കിയതാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ATM കൗണ്ടറുകളിൽ അവന്മാർ ആ ആക്ടിവിറ്റി ഒരിക്കൽ കൂടി ചെയ്ത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് മാറി. പിറ്റേ ദിവസം പകൽ അനവധി ആളുകൾ ആ ATMിലേക്ക് പോകുന്നതും വരുന്നതുമൊക്കെ ദൂരെ മാറി ആ ATM നിരീക്ഷിക്കുന്ന നരേന്ദ്ര അപ്പം മുന്നേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ ആ ATMിൽ കടന്നു എന്ന് മനസ്സിലാക്കിയ മുന്ന അന്ന് ദിവസം രാത്രി പഴയതുപോലെ ബൈക്ക് സതീഷിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി സതീഷിനെ കണ്ട് ചിരിച്ചിട്ട് ATMിനകത്തേക്ക് കയറി. പുറത്തിരിക്കുന്ന സതീഷ് അകത്ത് എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ATMിനെ മറഞ്ഞു നിന്ന മുന്ന അതിവേഗം ആ സ്കിമ്മർ ഇളക്കിയെടുത്ത് അതോടൊപ്പം അവിടെ ഒട്ടിച്ചിരുന്ന ആ ക്യാമറയും ഇളക്കി കയ്യിലെടുത്തു. അവൻ ഷോൾഡർ തൂക്കിയിരുന്ന ബാഗിനകത്തേക്ക് അത് രണ്ടും ഇട്ടതിന് ശേഷം അവൻ വേഗം പുറത്തിറങ്ങി. സതീഷിനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അവൻ ബൈക്കിൽ കയറി അങ്ങ് പോവുകയും ചെയ്തു. ആ സ്കിമ്മറും ആ ക്യാമറയുമായി ടിറ്റുവിന്റെ അടുത്തെത്തിയതും ടിറ്റു അതൊന്ന് പരിശോധിച്ചിട്ട് അവർ രണ്ടുപേരും ഉടൻ തന്നെ അവിടെ നിന്ന് ദില്ലിയിലേക്ക് തിരിച്ചു. ദില്ലിയിൽ എത്തിച്ചേർന്ന ടിറ്റു അതിവേഗം മുന്ന നേരത്തെ തന്നെ കൊടുത്ത ആ കാർഡുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. ഇപ്പോൾ അവർക്ക് ആ സ്കിമ്മർ വഴി കിട്ടിയിരിക്കുന്ന സംഭവങ്ങളും അതുപോലെ ആ ക്യാമറ വഴി കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനും ഒന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ വർക്ക് ആവത്തുള്ളൂ. ക്യാമറ വഴി അവർക്ക് ലഭിച്ച കുറേ പാസ്വേഡുകൾ വ്യക്തമല്ലെങ്കിലും ഏകദേശം 100ഓളം പാസ്വേഡുകൾ അവർക്ക് കറക്റ്റായിട്ട് കിട്ടി. ആ പാസ്വേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ അതിവേഗം കാർഡുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയായിരുന്നു. കാർഡുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞതോടുകൂടി അവർ അനുയോജ്യമായ ഒരു ഡേറ്റ് കാത്തിരിക്കുമ്പോഴാണ് ജൂലൈ 2 എത്തുന്നത്. ജൂൺ 30-നും ജൂലൈ 1-നുമായി ഡിഫൻസുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ശമ്പളം ലഭിക്കാറുണ്ട്. സൈന്യവുമായി ബന്ധമുള്ള കേന്ദ്ര സർവീസിലും ബാങ്കിലും അതുപോലെ സൈന്യത്തിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ താമസിക്കുന്ന കോളനി ആയതുകൊണ്ട് അവർക്കൊക്കെ ശമ്പളം ഈ ദിവസങ്ങളിൽ ലഭിച്ചിരിക്കാനുള്ള സർവ്വസാധ്യതയുണ്ട്. അവരുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാകുമെന്ന് മുന്നയ്ക്കും അതുപോലെ നരേന്ദ്രയ്ക്ക് നല്ല ഉറപ്പാണ്. നരേന്ദ്ര ആ കാര്യം മുന്നയ്ക്ക് റിപ്പോർട്ട് ചെയ്തതോടുകൂടി മുന്നയും ടിറ്റുവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ ATM കാർഡ് ഉപയോഗിച്ച് ആ രാത്രി പണം പിൻവലിക്കുകയായിരുന്നു. ശരിക്കും 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ടിറ്റുവും നരേന്ദ്രയും അതുപോലെ മുന്നയും ചേർന്ന് ഉത്തരാഖണ്ഡിനെയും രാജസ്ഥാനെയും ദില്ലിയും ശരിക്കും വല്ലാതെ കുഴക്കിയ ഒരു ATM തട്ടിപ്പാണ് നടത്തിയത്. ഈ ക്രൈമിൽ ഇരകളായ എല്ലാവരും തികച്ചും നിരപരാധികളാണ്. അവരുടേതായ ഒരു കുറ്റവും കൊണ്ടല്ല അവരുടെ പണം നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിന് ആ കസ്റ്റമേഴ്സിന്റെ പണം മടക്കി കൊടുക്കാൻ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ടെന്നുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് എല്ലാ കസ്റ്റമേഴ്സിനും നഷ്ടപ്പെട്ടു പോയ പണം ആദ്യമേ റീഇംബേഴ്സ് ചെയ്തു. ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായ കാശ് സുനിതയ്ക്ക് കിട്ടിയ ആ പണത്തിൽ നിന്ന് ബാങ്ക് ഈടാക്കി. ബാക്കി പണം ബാങ്ക് ഈടാക്കിയത് മുന്നേ വാങ്ങിച്ച ആ ബൊലോറോ ജീപ്പ് ലേലം ചെയ്താണ്. ബാങ്കിന് കുറച്ച് പണം നഷ്ടമായെങ്കിലും ഒട്ടുമുക്കാൽ പണവും തിരിച്ചു പിടിക്കാൻ ബാങ്കിന് അതുവഴി പറ്റി. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ബാങ്കിംഗ് സിസ്റ്റം അടിമുടി മാറുകയായിരുന്നു. ഈ ATM തട്ടിപ്പുമായി ബന്ധപ്പെട്ട ക്രിമിനൽസിനെ കണ്ടെത്താനും നഷ്ടപ്പെട്ടു പോയ മുഴുവൻ തുകയും തിരിച്ചു പിടിക്കാനും കഴിഞ്ഞതിൻ്റെ കാരണം ഉത്തരാഖണ്ഡിലെ പോലീസിന്റെ
ആ കാര്യക്ഷമതയാണ്. ശരിക്കും DGP മുതൽ കോൺസ്റ്റബിൾ വരെ ഈ ക്രൈമിൽ ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്താൻ വേണ്ടി കൂടെ നിന്നു എന്നതാണ് സത്യം. ശരിക്കും ഒരു ടീം വർക്കായിരുന്നു. ആ ശൈലിയിൽ പോലീസ് ഒരു ടീം വർക്കായി കൂടെ നിൽക്കുകയാണെങ്കിൽ ഏത് ക്രൈമും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പോലീസിന്റെ സകല ട്രെയിനിങ് മാനുവലിലും ഈ ATM കേസ് ഒരു പഠന വിഷയമാണ്. എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കേസ് തെളിയിക്കുക എന്നത് പഠിപ്പിക്കാനായി ഈ സംഭവം ഉപയോഗിക്കാറുണ്ട്. ഇതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ATM കാർഡുകളും ബാങ്കിങ് ട്രാൻസാക്ഷൻ രീതികളും ഒക്കെ മാറിയിട്ടുണ്ട്. ആ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു കഥ എന്ന നിലയിലാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഈ അടിപൊളി ATM തട്ടിപ്പിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് M ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.